ഷിജിത്ത് ആലപ്പുഴയിൽ നിന്ന്. ഷിജിത്ത്, കെ സി വേണുഗോപാൽ വന്നതോടുകൂടി മാനം മാറിയിരിക്കുന്നു. ഒരുപക്ഷെ AICCയുടെ ഏറ്റവും പ്രമുഖരായ രണ്ട് നേതാക്കൾ, രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു, സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നു. സ്വാഭാവികമായും AM ആരിഫ് സിറ്റിംഗ് MP എന്നുള്ള നിലയിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കും എന്ന് ഉറപ്പാണ്. എങ്കിൽ പോലും ശോഭാ സുരേന്ദ്രൻ്റെ കൂടി സ്ഥാനാർത്ഥിത്വത്തോടു കൂടി മത്സരരംഗത്തൊരു പ്രവചനാതീതമായ സ്വഭാവം കൈവന്നിട്ടുണ്ടോ? നികേഷ്, ആലപ്പുഴ മണ്ഡലത്തിൽ ഒരു ത്രികോണ മത്സരത്തിന്റെ സാധ്യത ശോഭാ സുരേന്ദ്രന്റെ സാന്നിധ്യത്തോടുകൂടി കെ സി വേണുഗോപാലിന്റെയും ആരിഫിന്റെയും തമ്മിലുള്ള മത്സരത്തിന് വന്നിരുന്നുവെങ്കിലും ഇപ്പോഴും ഒരു ത്രികോണ മത്സരത്തിന് തീവ്രതയിലേക്ക് ആലപ്പുഴയിലെ മത്സരം കടന്നിട്ടില്ല. LDFും UDFും തമ്മിലാണ് പ്രധാന മത്സരം എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കരിമണൽ വിഷയമുയർത്തി ശോഭാ സുരേന്ദ്രൻ തങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമാക്കാൻ രണ്ട് മുന്നണികളെയും പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും BJPയുടെ സംഘടനാ സംവിധാനം പൂർണ്ണമായും ശോഭാ സുരേന്ദ്രന്റെ പിന്നിൽ അണിനിരന്നിട്ടില്ല എന്നതാണ് ഇവിടുത്തെ ഒരു ചിത്രം. അതുകൊണ്ട് തന്നെ ഇപ്പോഴും LDFും UDFും തമ്മിലുള്ള പോരാട്ടം എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. അവിടെ തന്നെ കെ സി വേണുഗോപാലിന്റെ വരവോടുകൂടി UDFന് ഒരു ആത്മവിശ്വാസം വന്നിട്ടുണ്ട് എന്നതും ഒരു അവിതർക്കിതമായ കാര്യമാണ് ആലപ്പുഴയിലെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ LDFിന്റെ സിറ്റിംഗ് സീറ്റാണിത്. LDFിന്റെ പൊളിറ്റിക്കൽ മെജോറിറ്റി കണക്കിലെടുക്കാവുന്ന സ്ഥലമാണ്. കരുനാഗപ്പള്ളി മുതൽ വടക്കോട്ടിങ്ങ് അരൂർ വരെയുള്ള സ്ഥലങ്ങളിലെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 5 ഇടത്ത് LDFന് വ്യക്തമായ മേധാവിത്വമുണ്ട്. അതിൽ തന്നെ ഹരിപ്പാടും കരുനാഗപ്പള്ളിയും മാത്രമാണ് LDFന് പിന്നോക്കമുള്ളത്. എന്നാൽ പൊതുവിൽ നോക്കുമ്പോൾ LDFന് അനുകൂലമായ സ്ഥിതിവിശേഷം ഉണ്ടെങ്കിലും കെ സി വേണുഗോപാലിന്റെ സാന്നിധ്യത്തോടു കൂടിയാണ് മത്സരം മുറുകിയിരിക്കുന്നത് ആലപ്പുഴയിൽ. ഷിജിത്താണ് വിശദാംശങ്ങൾ നൽകുന്നത്.